ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓണമാണ്. ഞങ്ങളുടെ പുതിയ വീട്ടിൽ അമരാവതിയിലെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് മൈക്കൊന്നും വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ആയിട്ട് ഇടുന്നത്. ഇത് ഞങ്ങളുടെ പൂജാ റൂമാണ്. രാവിലെ എഴുന്നേറ്റ് 5:15 എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പൂജാ റൂമൊക്കെ ഒന്ന് ഒരുക്കി നാമൊക്കെ ജപിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ടൈം ആയിട്ടുണ്ടായിരുന്നേ. തലേ ദിവസം തന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഒരുക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചി. അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സാധാരണ ഞങ്ങളുടെ ഇവിടെ അങ്കമാലി സൈഡിലൊക്കെ ചാണകം മെഴുകിയിട്ട് ആദ്യത്തെ അത്തം മുതൽ പൂവിട്ട് തുടങ്ങുമ്പോൾ 2 കളത്തിൽ ചാണകം മെഴുകിയിട്ട് പൂവിടും. പിന്നെ അവസാന ദിവസത്തിലേക്ക് ആകുമ്പോൾ അത് 5 കളം അല്ലെങ്കിൽ 7 കളത്തിലേക്കാവും. എന്നിട്ടാണ് തൃക്കാക്കരയപ്പന് അടയും അതുപോലെ നാളികേരം കൊട്ടാത്തൊരു ചടങ്ങൊക്കെ ഉണ്ട്. അടയൊക്കെ നീതിച്ച് അങ്ങനെയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അതിനൊന്നും നിന്നില്ല കേട്ടോ. പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി എഴുന്നേറ്റിട്ടുണ്ടായി. അരുന്ധതിനെ കുളിപ്പിച്ച് ഞാനും ഒന്ന് റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 7:45 ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രം. അവിടെയും പോയി തൊഴുതു. അവിടെ നല്ല പൂക്കളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഞങ്ങളുടെ വേങ്ങൂര് ദുർഗാദേവിയുടെ അമ്പലം. ഇവിടെയായിരുന്നു കേട്ടോ എൻ്റെ മുരളിയുടെ കല്യാണം. കുഞ്ഞിലേ മുതലേ വന്ന് തൊഴുന്ന ഒരു അമ്പലമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടങ്ങൂര് ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലും കൂടെ പോയി. ഞാനവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. തൊഴുതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം 8:45 പക്ഷെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം മുരളിയുടെ അച്ഛനും അമ്മയും തലേ ദിവസം എല്ലാ കഷ്ണങ്ങളും കറികൾക്ക് വേണ്ടിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എല്ലാം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ കറികളൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത്. വെജ് കുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ നോൺ വെജ് തീരെ വശമില്ല. ഞാൻ ചെന്നപ്പോഴത്തേക്കും അമ്മ ഓൾമോസ്റ്റ് സാമ്പാറും പരിപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കുറച്ച് കറികൾ മാത്രമേ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ. പിന്നെ എല്ലാം കട്ട് ചെയ്ത് റെഡിയായിട്ട് വെച്ചേക്കുന്നുണ്ട്, എല്ലാം എളുപ്പമായിരുന്നു. കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് നല്ല വിശപ്പായിരുന്നേ. ഇത്രയും നേരമായില്ലേ. ചേച്ചി പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ പപ്പടവും പഴവും ഒക്കെ ആയിട്ട് നല്ലൊരു വെട്ടി ഞാനും വരുന്നതും കൂടെ. നല്ല വിശപ്പായിരുന്നു കേട്ടോ. പാലട റെഡിയായിക്കൊണ്ടിരിക്കണു. ഭയങ്കര സ്റ്റേറ്റായിട്ടാ. കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചത് വരുന്നത് ഇത് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കും. ഇന്നത്തെ ദിവസം ഡയറ്റിംഗ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. പാലടയും റെഡി, സദ്യവട്ടങ്ങളൊക്കെ റെഡിയായി. ഇനി പപ്പട കാച്ചിനും അതും കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി. എന്തൊക്കെയാന്ന് പറയട്ടെ. അതായത് ഇതൊക്കെ എന്തായിരുന്നു പറഞ്ഞേ? ചായ ചിപ്സ്, വറുത്തത്, ശർക്കര വരട്ടി, പുളിയിഞ്ചി, നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. രാവിലെ എഴുന്നേറ്റ് അമ്മയും അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്. ഇത് പാവയ്ക്ക കൊണ്ടാട്ടം, ആരുതയും കൂടെ ഉണ്ടാക്കിയതാ. മാങ്ങ കിച്ചടി, ഇത് ക്യാബേജ് തോരൻ, സാമ്പാർ, സ്റ്റ്യൂ ഉണ്ടാക്കി, പിന്നെ പുളിശ്ശേരി, അവിയല്, നല്ല മണം അടിക്കുന്നുണ്ട് വാസന. പിന്നെ പരിപ്പ്, മോര്, നെയ്യ്, ചോറ്, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പായസം. ഒരു പായസവും കൂടെ വരുന്നുണ്ട്. അവിടെ നിന്ന് അച്ഛനമ്മയും വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അവര് വരുമ്പോ പരിപ്പ് പ്രഥമനും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് വിഭവങ്ങൾ ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ കേൾക്കണ്ടല്ലേ. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ ഒരു ഫെസ്റ്റ് മൂഡിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാണ്. അപ്പോൾ ഇതിനി കഴിക്കണം, അത്രേ ഉള്ളൂ. വേറെ ശരി പണം. അപ്പൊ വേറെ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ആദ്യത്തെ ഓണമാണ് ഞങ്ങൾ അമരാവതിയിൽ വെച്ചിട്ട്. ഞങ്ങളുടെ പുതിയ വീടിന്റെ പേര് അമരാവതി എന്നാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മമാരും എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല ഒരു ഓണമായിരിക്കും ആഘോഷിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഉണ്ണാനിരിക്കുന്നതിന് മുമ്പ് ഗണപതിക്ക് വിളമ്പി. ഇലയിൽ കറികൾ വിളമ്പുന്നതിന്റെ സ്ഥാനം ഞാൻ എപ്പോഴും തെറ്റിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം അച്ഛൻ്റെ മേൽനോട്ടത്തിലായിരുന്നു എല്ലാം.
അച്ഛനാണ് വിളമ്പണം, ഗണപതിക്കാണ്. ആഹാ, ഇത്രയും കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. സത്യം പറയാലോ, 8:45 പരിപാടി തുടങ്ങിയിട്ട് ഒരു 11 മണിയായപ്പോഴത്തേക്കും എല്ലാ പരിപാടിയും തീർന്നു, പായസം ഉൾപ്പെടെ. ഇന്നാണ് ഈ സാരി ഉടുത്തിട്ട് കുക്ക് ചെയ്യാൻ ഇത്രയും പാടാന്നുള്ളത് മനസ്സിലാക്കിയത്. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഉണ്ണാനിരിക്കാന്ന് കരുതി. ആദ്യം താഴെ ഇരിക്കാന്നാട്ടോ വിചാരിച്ച എല്ലാവരും കൂടി. പക്ഷെ അമ്മമാർക്കൊക്കെ മുട്ടുവേദന. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണസദ്യ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടായിരുന്നു. എല്ലാവരും കൂടെ വിളമ്പാൻ കൂടി. അരുന്ധതി പോലും ഉണ്ടായിരുന്നു കേട്ടോ വിളമ്പാനായിട്ട്. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര രസമല്ലേ? മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ലൊരു ഓണസദ്യ ഉണ്ട് ഇപ്രാവശ്യം. ഉഷ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്നില്ലേ, ഈ റെഡ് ചുരിദാർ ഇട്ടത്, അതാണ് ഞങ്ങളുടെ ഉഷ ചേച്ചി. അപ്പൊ എങ്ങനെയാണ് ഞങ്ങളുടെ പുതിയ വീട്ടിൽ ഞങ്ങളുടെ ആദ്യത്തെ ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ, ടേക്ക് കെയർ.